രണ്ടാമത് ഞാൻ ആ ഫിയറിൻ്റെ റൂട്ട് കോസ്, ഐ അണ്ടർസ്റ്റാൻഡ് ദി റൂട്ട് കോസ് ഓഫ് ദി ഫിയർ എന്നുള്ളതാണ് ഞാൻ ചെയ്ത ഒരു പ്രക്രിയ. അപ്പോൾ ഈ ഫിയറിൻ്റെ റൂട്ട് കോസ് തേടിപ്പോയപ്പോൾ പലപ്പോഴും ബിസിനസ്സിനകത്ത് എനിക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ബിസിനസ് ഉണ്ട് പലപ്പോഴും. അപ്പോൾ ആ ഒരു ബിസിനസ്സിൽ എനിക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ വരുത്തി വെച്ച ബിസിനസ് ഉണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇമ്പോർട്ടിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ചില ബിസിനസ്സുകൾ നേട്ടം ഉണ്ടാക്കിയെങ്കിലും അതിലേറെ ഒത്തിരി ബിസിനസ്സിൽ എനിക്ക് നഷ്ടം ഉണ്ടാക്കി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വലിയ റിസ്കുകളൊക്കെ എടുക്കാനുള്ള വലിയൊരു പണം മുടക്കി ബിസിനസ് ചെയ്യുന്നത് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തി. പ്രത്യേകിച്ച് നമ്മുടെ പേരൻസ് ഒന്നും വലിയ ഫൈനാൻഷ്യലി സൗണ്ട് അല്ലാത്ത ഒരു സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ എന്തെങ്കിലും രീതി ഡൗൺ ആയി ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളൊരു പേടി. അപ്പോൾ ആ പേടിയൊക്കെ വന്നത് എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു റൂട്ട് കോസ് നമ്മൾ മനസ്സിലാക്കിയെടുത്ത് എവിടെ നിന്നാണ് ഈ റൂട്ട് കോസ്. പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ പോകുമ്പോൾ അവർക്കൊക്കെ ഫിയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികളിൽ നിന്ന് ചെറുപ്പകാലത്ത് അവരുടെ ചുറ്റുപാടിൽ നിന്ന് വരുന്ന ഫിയർ ഉണ്ട്, ചിലപ്പം രക്ഷകർത്താക്കളിൽ നിന്ന് വരുന്ന ഫിയേഴ്സ് ഉണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഫിയർ വന്നത് എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത് ഞാൻ ചെയ്തത്.